15 വർഷമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. നമ്മൾ ആ MP ഒന്ന് കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കൊതിക്കുന്നൊരവസ്ഥയാണ്. നമ്മുടെ ഒരു പ്രയാസങ്ങൾ കേൾക്കാനായിട്ട്, നമ്മുടെ ദുഃഖങ്ങളൊന്ന് അറിയാനായിട്ട് ഇവിടുത്തെ MPയോ MLAയോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ജനങ്ങൾ അതേപോലെ വിഷമിക്കുന്ന ഘട്ടത്തിലാണ്. നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ ആരോടാണ് പറയേണ്ടത്? നമ്മുടെ കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാർ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. അത്രത്തോളം ദയനീയമായ അവസ്ഥയാണ് ഈ നാടിലുള്ളത്. ഇതിന് മാറ്റം വന്നേ മതിയാവും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 15 വർഷമായ ഒരു MP ഉണ്ട്. എന്നാൽ ഇന്നുവരെ ഒരു ഹൈമാക്സ് ലൈറ്റോ ഈ ഒരു വെയിറ്റിംഗ് ഷെഡോ ഉണ്ടാക്കുന്ന അല്ലാതെ മറ്റ് യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. 40 വർഷമായി ഇവിടെ ഒരു പാലം പണിയുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചിട്ട് അതിന് മണ്ണ് പരിശോധനയും എല്ലാം കഴിഞ്ഞ് അതിന് ഇപ്പോഴും അതിൻ്റെ ഉദ്ഘാടനം വരെ നടത്തി വെച്ചു. പക്ഷേ പാലം ഇതുവരെയും വന്നില്ല. ഈ തരത്തിൽ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ച്. ഈ MPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് തന്നെ വളരെ വിരളമായിട്ടാണ്. 4 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യമാണ് ഇവിടെ വന്നത്. അല്ലാതെ ഒരു ഇതിലും ഈ MPയെ കാണാൻ കിട്ടിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 15 വർഷമായിട്ട് ഇവിടെ ഒരു MP ഉണ്ട്. ഈ നാടിന് ഇതുവരെ എന്ത് ഗുണമാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അദ്ദേഹത്തിനെ ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങും അധികം നാൾ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ആകെയുള്ളത് കുറേ വെയിറ്റിംഗ് ഷെഡുകളും കുറച്ച് ഹൈമാസ്റ്റ് ലൈറ്റുകളും മാത്രമാണ്. ഈ പഞ്ചായത്തിൽ തന്നെ ഈ ഇലക്ഷൻ അടുപ്പിച്ച് 2-3 വാർഡുകളിൽ, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന വാർഡുകളിൽ മാത്രം ഹൈമാസ്റ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ യാതൊരു വികസനവും ഒരു MPയുടെ പ്രവർത്തന ഫലമായിട്ട് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഒരു MLA ഉണ്ട്. എന്തുവാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ആറന്മുള മണ്ഡലത്തിൽ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ബാത്റൂമിൽ കുപ്പിയിൽ വെള്ളവുമായിട്ട് പോകേണ്ട അവസ്ഥയാണ് ഇന്ന് ജനങ്ങൾക്കുള്ളത്. ഒരു തരത്തിലുള്ള കേന്ദ്ര പദ്ധതികളും ഇന്ന് കേരളത്തിൽ നല്ലപോലെ നടക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ വേണ്ടുന്നവണ്ണം നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ യാതൊരു തരത്തിലുള്ള പദ്ധതികളും നടക്കുന്നില്ല. കേന്ദ്ര പദ്ധതികളെല്ലാം ഉപയോഗപ്പെടുത്തിയാൽ തന്നെ കേരളത്തിൻ്റെ അവസ്ഥയ്ക്ക് വളരെ മാറ്റമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ തവണ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.